നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്ന ഇടുക്കി ജില്ലയിൽ പണ്ട് വനമായിരുന്ന കുറേ ഗ്രാമങ്ങളുണ്ട്. വെള്ളിയാമറ്റം പൂച്ചപ്പറ കൂടി കുരുതിക്കളം ചെന്നിട്ട് കുളമാവിൻ്റെ ഉൾഗ്രാമമായിട്ടുള്ള കാടിനോട് ചേർന്ന് കിടക്കുന്ന നാളിയാനി ഗ്രാമം കൂടി നമ്മൾ പന്നിമറ്റം എത്തിച്ചേരും. അത്ര പരിചിതമല്ലാത്ത കുറേ നല്ല ഗ്രാമത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. അനൂപ് ട്രാവൽ ഡ്രീംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വടക്കനാറിൻ്റെ പാലത്തിലാട്ടോ. ഇത് അമ്പലപ്പടി എന്ന് പറയും, വെള്ളിയാമറ്റം പോണ റൂട്ടാണ്. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ പോയി നമുക്ക് വെള്ളിയാമറ്റം എത്തും. നമ്മളിന്ന് പോകുന്നത് വെള്ളിയാമറ്റം കൂടി പൂച്ചപ്പറ എന്നിട്ട് നേരെ കുരുതിക്കളം അല്ലെങ്കിൽ കുരുതിക്കളം എന്നൊക്കെ പറയും കേട്ടോ. ഇടുക്കിയുടെ അങ്ങോട്ടാണ് പോകുന്നത്. ഒരു കാരണം ഈ ആറുണ്ടല്ലോ, ഇത് നമ്മുടെ കുളമാവ് ഡാമിൻ്റെ അടിഭാഗത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ഒരു ആറാട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഓരോ കാഴ്ചകൾ കണ്ടിട്ട് ഈ ഒരു വെള്ളിയാമറ്റം അല്ലെങ്കിൽ പൂച്ചപ്പറ ഗ്രാമത്തിൽ കൂടി നമുക്ക് നേരെ കുരുതിക്കളത്തിന് യാത്ര ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പാലം വടക്കനാറ് പോകുന്ന പാലമാണ്. ഇവിടുന്ന് 2 കിലോമീറ്റർ മാറിയാൽ നമ്മുടെ വെള്ളിയാമറ്റം സിറ്റിയിലെത്തും. അപ്പോൾ എന്തായാലും ഈ ഒരു വടക്കനാറ് ചെന്ന് മുട്ടുന്നത് നമ്മുടെ മലങ്കര ഡാമിൻ്റെ റിസർവെയറിലാട്ടോ. അപ്പോൾ അതേ നമ്മുടെ മുന്നിൽ കാണുന്നതൊരു പ്ലൈവുഡ് കമ്പനിയാണ്. ഇവിടെ 1-2 കമ്പനിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പ്ലൈവുഡിൻ്റെ. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള മലകൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ വെള്ളിയാമറ്റം. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ തൊട്ടടുത്തുള്ള പറമ്പിൽ നിന്ന് ഭയങ്കര പാട്ട കൊണ്ടുള്ള കൊട്ട് കേട്ടു. അപ്പോൾ ഇതുപോലുള്ള കടവാലം ഓടിക്കാൻ വേണ്ടി ആ പറമ്പിൻ്റെ ഉടമസ്ഥൻ ചെയ്തതാണ്. ഇതിൻ്റെ എണ്ണം ക്രമാതീതമായിട്ട് ഒരുപാടുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ഇപ്പോൾ ഇതിനെ ആരും കൊല്ലുന്നുമില്ല. പക്ഷേ ഇതിൻ്റെ എണ്ണം വർദ്ധിച്ചാലുണ്ടാകുന്ന അപകടം നമുക്കറിയത്തില്ല. നിപ്പയൊക്കെ പാർത്തിയ വവ്വാലിൽ നിന്ന് നമ്മൾ പറഞ്ഞു കേട്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി ഗവൺമെൻറ് ഉടനടി ഒരു നടപടി സ്വീകരിക്കേണ്ടതാണ്. കാരണം ക്രമാതീതമായി പറ്റി വരികയാൽ എല്ലാവർക്കും ദോഷമല്ലേ. നമ്മൾ വെള്ളിയാമറ്റത്താണ് നിൽക്കുന്നത്. വെള്ളിയാമറ്റം ചെറിയൊരു സിറ്റി ആയിട്ട്, ഒരു 3-4 കടകളൊക്കെ ഉള്ളൂ ആകെ. ഇവിടെ കൂടുതലും കർഷകരാണ്. കർഷകരെന്ന് വെച്ചാൽ റബ്ബർ കർഷകരാണ് കൂടുതലും. നമ്മുടെ വെള്ളിയാമറ്റം പള്ളിയാണ്, സെൻറ്റ് ജോസഫ് ചർച്ചാണ്. ഇവിടെ തന്നെ ഒരു UP സ്കൂളുണ്ട്. ഈ മനോഹരമായിട്ടുള്ള ദേവാലയം ഇരിക്കുന്ന ഒരു മലഞ്ചെരുവിലാണ്. എത്ര മനോഹരമായിട്ടുള്ള സ്ഥലമാണെന്നറിയോ ഈ ഒരു വെള്ളിയാമറ്റം. ഈ വെള്ളിയാമറ്റത്തു നിന്ന് ഇടുക്കിയിലോട്ടൊക്കെ പോകാൻ വളരെ എളുപ്പമാണ്. എനിക്ക് വേണമെങ്കിൽ ഒരു 10 കിലോമീറ്റർ താഴെ ഉള്ളൂ നമുക്ക് കുരുതിക്കളം വരെ എത്താൻ വേണ്ടി. ഈ വെള്ളിയാമറ്റം പള്ളിയുടെ അവിടെ നിന്ന് കുറച്ചുകൂടെ യാത്ര ചെയ്താൽ നമ്മൾ പൂച്ചപ്പറ എത്തും. അവിടെ ഒരു സ്കൂളൊക്കെ ഉണ്ട്, നല്ല രസമാണ് അത് കാണാനൊക്കെ. എന്തായാലും നമുക്ക് ഓരോരോ കാഴ്ചകൾ കണ്ട് നമുക്ക് മുന്നോട്ടും യാത്ര ചെയ്യാം. മറ്റത്തുള്ള സ്കൂളാട്ടോ വെള്ളിയാമറ്റം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ വെള്ളിയാമറ്റം എന്ന ചെറിയ സിറ്റി. താഴെ കാണുന്ന പള്ളി ഉള്ളതുകൊണ്ട് അവിടെ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം നമ്മൾ ഇവിടെ നിന്നാണ് ഇനിയിപ്പം കുരുതിക്കളത്തിന് പോകുന്നത് കേട്ടോ. ഇവിടെ നേരെ പൂച്ചപ്പറ എന്നിട്ട് പൂച്ചപ്പറ നേരെ കുരുതിക്കളത്തിന് പോയി. ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ഉള്ളതാണ് ചേട്ടൻ പറഞ്ഞത്. പിന്നെ നമുക്ക് വേറൊരു വഴിയുണ്ട്, നമുക്ക് ഇടുക്കിക്ക് പോകുന്നത്. പന്നിമറ്റം, പൂമാല എന്നിട്ട് കൂവക്കണ്ടം, നാളിയാനി കൂടി നമ്മൾ കുളമാവി എന്നയാടുന്നൊരു വഴിയുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്പം നമുക്ക് ഈ വഴി പോയിട്ട് ഈ വഴി കുരുതിക്കളം ചെന്നിട്ട് തിരിച്ച് ആ വഴി വരാൻ പറ്റുമെന്ന് നോക്കാം. വെള്ളിയാമറ്റം എന്ന പേര് വന്നത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഇവിടെ എന്തെങ്കിലും വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ പിറകിൽ കാണുന്ന സുന്ദരമായിട്ടുള്ള ആ മല കണ്ടോ, അതാണ് ചെപ്പുകുളമല. ചെപ്പുകുളമലയുടെ ഒരു വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അപ്പോൾ നിങ്ങൾക്ക് പോയാൽ കാണാൻ പറ്റും. ഇനി ഇവിടുന്ന് ഈ വഴി നമുക്ക് പൂച്ചപ്പറയ്ക്ക് പോകാം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടോ താമസമുള്ളൂ. ഒത്തിരി ആൾക്കാരൊന്നും ഈ ഒരു ഏരിയയിൽ താമസിക്കാനില്ല. ആണോ? പണ്ടോട്ട് ഇവിടെയാണ് താമസിച്ചോണ്ടിരുന്നത്? ഇവിടെയാണ് താമസിച്ചോണ്ടിരുന്നത്? ഇവിടെയാണോ വീട്? ഇവിടെയാണോ? പൂച്ചപ്പുറ തന്നെ. നമ്മൾ ഈ കുരുതിക്കളം എന്ന് പറഞ്ഞ സ്ഥലം ഇവിടുന്ന് മേലോട്ട് കയറിയിട്ട് ഈ മലയുടെ ഇവിടുന്ന് ഇങ്ങോട്ട് പോകണം കേട്ടോ. ഇങ്ങോട്ട് കുരുതിക്കളം ഇങ്ങനെ ഈ സിറ്റി ചെന്നിട്ട് കവലയുണ്ട്, അങ്ങോട്ട് പോയാൽ കുരുതിക്കളം പോവാം. ഓക്കെ. അപ്പൊ ഞങ്ങള് കുരുതിക്കളത്തിന് പോവാം. ശരി എന്നാട്ടോ. നമ്മളിവിടുന്ന് വലത്തോട്ടാണ് പോകാം കേട്ടോ. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ നമ്മൾ ഈ വഴി യാത്ര ചെയ്താൽ നമ്മൾ കുരുതിക്കളത്ത് എത്തും കേട്ടോ. ഇതുവഴി നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞത് കുളമാവിന്. പക്ഷെ അതുവഴി ഇച്ചിരി കയറ്റവും കല്ലൊക്കെ ഇളകി കിടക്കുമെന്നാണ്. വെള്ളിയാമറ്റം കഴിഞ്ഞാൽ തൊട്ടടുത്ത സിറ്റിയാണ് ഇത് പൂച്ചപ്പറ. ചെറിയൊരു സിറ്റി ആയിട്ട്, അവിടെ ചെറിയൊരു സ്കൂളും പിന്നെ അതിൻ്റെ ഇടത് ഭാഗത്തുകൂടി വഴി ദേവരപാറ കൂടി അങ്ങോട്ട് പോകാമെന്നൊക്കെ അവർ പറഞ്ഞു. പക്ഷേ അത് കുറച്ച് വഴി മോശമാണ്. അപ്പോൾ നമ്മൾ കുരുതിക്കളം കൂടി തന്നെയാണ് കുളമാവിന് യാത്ര ചെയ്യുന്നത്. ഇനി ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ ഈ വഴി ഇങ്ങനെ പോയാൽ നമ്മൾ കുരുതിക്കളത്തിൽ നിന്ന് കാണും കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊക്കെ വഴി മോശമാണ് കേട്ടോ. എനിക്കടുത്ത് കലുങ്ക് പണിയാൻ വേണ്ടി പൊളിച്ചകനായിരിക്കും കേട്ടോ. അവിടെ ചവിട്ടി അതിനും വലിയ വിഷയമാണ്. ഇപ്പുറത്തെ ആ മല കേട്ടോ, നമ്മൾ ആ മലയിൽ നിന്നാണ് നിലവിൽ ഇപ്പോൾ വന്നേക്കുന്നത് കേട്ടോ.
മാവ് നിൽക്കണോണ്ട് റോഡ് സൈഡിൽ എൻ്റെ അമ്മ എന്നാ വലിയ മാവ് നോക്കി. അങ്ങനെ നമ്മളിത് കുരുതിക്കളത്ത് എത്തിയിരിക്കുന്നു. ഇനി നമ്മൾ ഇവിടുന്ന് മെയിനായിട്ടുള്ള ഇടുക്കി സ്റ്റേറ്റ് ഹൈവേയിലോട്ട് കയറും കേട്ടോ. കണ്ടോ അങ്ങനെ നമ്മളിതേ കുരുതിക്കളത്ത് എത്തിയിരിക്കുന്നു. ഇതാണ് നമ്മുടെ ഇടുക്കി പുളിയമല റോഡാണ്. ഇതിൻ്റെ വലത്ത് ഭാഗത്തേക്കുള്ള നമ്മൾ തൊടുപുഴയ്ക്കുള്ള വഴിയും ഇടത്തേക്കുള്ള നമുക്ക് ഇടുക്കിക്കുള്ള വഴിയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനിയിപ്പോൾ കുളമാവ് ചെന്നിട്ട് നാളിയാനി വഴി നമുക്ക് പന്നിമരത്തേക്ക് വരാം കേട്ടോ. അങ്ങനെ ഓരോരോ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് പോകാം. ഈ കുരുതിക്കള എന്ന വളരെ ചെറിയൊരു സിറ്റിയാണ്. 1-2 കടകളും ഒരു ഷാപ്പൊക്കെ ഉണ്ട് കേട്ടോ. ആ ഷാപ്പിലെ ഞങ്ങൾ ജസ്റ്റ് ഫുഡൊക്കെ കഴിച്ചായിരുന്നു. നല്ല ഫുഡൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇവിടുന്ന് പോകുന്നത് നമ്മുടെ നാടുകാണിയൊക്കെ കൂടിയിട്ട് കുളമാവൊക്കെ ചെന്നിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അതിനിടയ്ക്ക് 1-2 നല്ല കാഴ്ചകൾ കൂടിയുണ്ട്. അതുകൊണ്ട് കണ്ടിട്ട് നമുക്ക് പോകാം. ഇടുക്കിയിലെ 5ാമത്തെ വളവിലിരിക്കുന്ന നാടുകാണി ഒരു കിണറാണ് കേട്ടോ. ഒരിക്കലും പറ്റാത്ത കിണറാണ്. അപ്പോൾ ആ കിണർ എന്തുകൊണ്ട് ഈ റോഡിൽ തന്നെ വെച്ചേക്കണമെന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പം ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാവുന്നവരാണെങ്കിൽ പറയാട്ടോ അതിൻ്റെ രഹസ്യം എന്നാണ്. എന്തായാലും ഒരുപാട് എൻ്റെയൊക്കെ ചെറുപ്പകാലം തൊട്ട് ഈ വളവിൽ വരുമ്പോൾ ഈ ഒരു കിണറുണ്ട് കേട്ടോ. ഈ റോഡൊക്കെ വന്നതിന് മുമ്പ് ഒരു പക്ഷേ ഈ കിണർ ഇവിടെ ആയിരിക്കും കേട്ടോ. ഇവിടെയുള്ള വീട്ടുകാരൊക്കെ ചിലപ്പം ഈ ഒരു കിണറിൽ നിന്നായിരിക്കും വെള്ളം എടുത്തു വരുന്നത്. അതുകൊണ്ടായിരിക്കും ഇത് ഇപ്പോഴും മൂടാതെ നിർത്തിയേക്കണേ. അതിൻ്റെ പിറകിലുള്ള കഥ എനിക്കറിയില്ല. അപ്പം ഇടുക്കിക്കാരായിട്ടുള്ള ആൾക്കാർ ഈ വീഡിയോ കാണുവാണെങ്കിൽ ഒന്ന് പറഞ്ഞു കേട്ടോ ഇതിൻ്റെ ചരിത്രം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. നമ്മൾ ഇടുക്കിയിലോട്ട് എപ്പോൾ പോയാലും ഈ ഒരു കിണറിൻ്റെ അവിടെ വരുമ്പോൾ ഈ പഴയകാല ചരിത്രമൊന്നും ഓർക്കാതിരിക്കില്ല. നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു സ്ഥലങ്ങളൊക്കെ പണ്ട് വനമായിരുന്നാലും ഇവിടെയൊക്കെ ജനവാസ മേഖലകളാട്ടോ. ഇവിടെയൊക്കെ പട്ടയം കിട്ടിയ ആൾക്കാർക്ക് താമസിക്കുന്ന സ്ഥലങ്ങളാണ്. അല്ലെങ്കിൽ കൈവശാവകാശ രേഖകളൊക്കെ ഉണ്ടാവും. അങ്ങനെ ജനവാസ മേഖലകളാണ് ഇതെല്ലാം. ഇടുക്കിയിലെ ഓരോ വളവുകൾക്കും ഉണ്ടാവും ഓരോ കഥകൾ. എത്ര സുന്ദരമായിട്ടുള്ള ഹെയർ പിൻ വളവുകളാണെന്നല്ലോ നമ്മൾ ഇടുക്കിക്ക് യാത്ര ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നത്. നമ്മൾ ഇടുക്കിയിൽ നിന്ന് ആ താഴ്വാരത്തു നിന്ന് കയറുമ്പോൾ തന്നെ ഈ മല കാണാൻ പറ്റും. തുമ്പച്ചി മല എത്ര മനോഹരമാണെന്നറിയോ ഇത്. ഈ മലയുടെ മുകളിൽ കയറിയാൽ നമുക്ക് പ്രാർത്ഥനയോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിനൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നൽകും ഈ ഒരു മലയ്ക്ക് മുകളിൽ നിന്ന് താഴത്തോട്ട് നോക്കിയാൽ. കാരണം അത്ര വിശാലമായിട്ട് നമ്മുടെ ഇടുക്കിയെ ഫുള്ള് നോക്കിക്കാണാൻ മലങ്കര ജലാശയത്തിലെ വെള്ളമൊക്കെ കിടക്കുന്നത് വളരെ ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ മൂലമറ്റം പവർ സ്റ്റേഷനിലെ സ്വിച്ച് കാർഡൊക്കെ കാണാൻ പറ്റും. അങ്ങനെ കാഴ്ചകൾ കൊണ്ട് നമ്മളെ അമ്പരപ്പിക്കുന്ന ദൃശ്യഭംഗിയാണ് ഈ ഒരു മലയ്ക്ക് മുകളിൽ നിന്ന് താഴത്തോട്ട് നോക്കിയാൽ. നമ്മളിങ്ങനെ കുളമാവിന് പോണ വഴിക്ക് അടുത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് പോണേ. ഇതൊരു ശാന്തിനികേതൻ എന്ന് പറഞ്ഞൊരു ആശ്രമമൊക്കെയാണ്. നല്ല രസമുള്ള സ്ഥലമാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ നാടുകാണി പവലിയനുള്ളത്. ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ മതി. ഇത് നമ്മുടെ ഇടുക്കിയിലെ ലാസ്റ്റ് വളവാട്ടോ. 12ാമത്തെ വളവിലാണ് ഇതിരിക്കുന്നത്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് നാടുകാണി പവലിയനുള്ളത്. നമുക്കതൊന്ന് കണ്ടാലോ. എൻ്റെയൊക്കെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ ഈ ഒരു പവലിയനിൽ കയറി ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി കൊതിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയും ആരെങ്കിലും ഈ പവലിയൻ കാണാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കാണേണ്ടത് തന്നെയാണ് ഇടുക്കി റൂട്ട് പോകുമ്പോൾ. കുരുതക്കള അമ്പലത്തിൽ 2 ചേച്ചിമാരൊക്കെ വന്നു കേട്ടോ. 20 രൂപ കൊടുക്കാണ്ട് നിങ്ങൾക്കൊരു സ്വർണ്ണ നാണയോ സമ്മാനമായിട്ട്, സ്വർണ്ണ ലോക്കറ്റ് സമ്മാനമായിട്ട് കിട്ടും കേട്ടോ. തന്നേരേ ചേച്ചി. അനൂപ് എന്നായിരിക്കും പേര്. ഫോൺ നമ്പർ മതിയോ? ഓക്കെ. 6238 നാടുകാണി പവലിയനല്ലേ. ആ അമ്പലം പ്രതിഷ്ഠ ഏതാ അമ്പലത്തില്? ഭദ്രകാളിയാണോ? ആ ഓക്കെ ഓക്കെ. ഇതാല്ലേ ഉത്സവത്തിന് വേറെ എന്തെങ്കിലും നാടകമോ ഗാനമേളൊക്കെ ഉണ്ടോ? ബാലയുണ്ടല്ലേ? അതെയോ? ഓ എനിക്ക് വയ്യ. ഇതാണ് നമ്മുടെ മോഹൻലാലിന്റെ 12th മാനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള വീൻബർഗ് റിസോർട്ട്. ഇതാണ് നമ്മുടെ കുളമാവ്. ഇങ്ങനെ കുറച്ചുകൂടെ ചെല്ലുമ്പം ഇടത്തേക്കൊരു വഴിയുണ്ട്. അവിടുന്ന് ഇടത്തേക്ക് കയറുക, പിന്നെ വലത്തേക്ക് പോവാം.
ഇവിടുന്ന് 13 കിലോമീറ്റർ ആണ് കേട്ടോ പന്നിമരത്തിൽ പോകാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഈ വഴി യാത്ര ചെയ്യാം കേട്ടോ. ഈ വഴി നിങ്ങൾ അധികം ആൾക്കാർ പോയിട്ടുണ്ടാവില്ല, കാരണം നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോയ റൂട്ടാണ് ഇത്. പന്നിമറ്റത്തിലുള്ള വഴിയാണ്. ഞാൻ പറഞ്ഞില്ലേ 13 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റും. പക്ഷേ കാടിനോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമത്തിക്കിടെയാണ് നമ്മൾ പോകുന്നത്. ഇത് KSEBയുടെ ഒരു സബ് സ്റ്റേഷനോ പവർ സ്റ്റേഷനോ എന്തോ ആട്ടോ ഇവിടെ ഉള്ളത്. പ്രധാനമന്ത്രി ഗ്രാമ സദക് യോജന എന്ന് പറഞ്ഞ പദ്ധതിയിൽ പെടുത്തി പണിതേക്കുന്ന റോഡാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് KSEBയുടെ പ്രൈവറ്റ് ഏരിയ ആണ്. അപ്പം നമ്മൾ അങ്ങോട്ട് പോകത്തില്ല, നമ്മൾ വലത്തേക്ക് പോകാണ് കേട്ടോ. ഈ വഴി അങ്ങ് പോകണം. എന്നാ ഇങ്ങനെ ആലോചന? ഞാൻ ആലോചിക്കാന്ന് കൃഷ്ണേ, മസനഗുഡി വഴി ഊട്ടിക്കൊന്ന് യാത്ര ചെയ്താലോന്ന്. നിങ്ങൾ എത്ര പേര് പോയിട്ടുണ്ട് മസനഗുഡി വഴി ഊട്ടിക്ക്? സത്യം പറഞ്ഞാൽ ഞാൻ മസനഗുഡി വരെ പോയിട്ടുണ്ട്, പക്ഷേ ഊട്ടിക്ക് പോയിട്ടില്ല കേട്ടോ. എന്നാലും ഒരിക്കൽ നമുക്കും പോവാം മസനഗുഡി വഴി ഊട്ടി. എന്തായാലും ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആ സ്ഥലം നിങ്ങളുടെ ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, അറിയാലോ. എന്നാലും ഇത് മസനഗുഡിയേക്കാളൊക്കെ അടിപൊളി സ്ഥലമാണ് നമ്മുടെ ഇടുക്കി. നിങ്ങൾ ഇടുക്കി നേരെ ഒന്ന് കണ്ടാൽ മതി, എവിടെയും പോകേണ്ട കാര്യമില്ല. നല്ല കിട്ടില്ലാൻ പ്ലേസ്, ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ് ഇടുക്കി നമുക്ക് ഓരോ നിമിഷവും സമ്മാനിക്കുന്നത്. ഇടുക്കിയിലെ ഗ്രാമങ്ങൾ അതുപോലെയാണ്. ഉള്ളേരിയയിലോട്ട് പോയി നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിലല്ലോ എത്ര ഭംഗിയുള്ള ഗ്രാമങ്ങളാണെന്നറിയോ. നിങ്ങൾ ഇടുക്കിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ എൻ്റെ ചാനലിലെ താഴത്തോടെ അടിച്ച് നോക്കിയാൽ മതി. ഒരുപാട് ഗ്രാമങ്ങളിലൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. എന്നാ പറയുക, വ്യത്യസ്തമായിട്ടുള്ള കൾച്ചറ്, വ്യത്യസ്തമായിട്ടുള്ള കാലാവസ്ഥ, വ്യത്യസ്തമായിട്ടുള്ള ഭൂപ്രകൃതി എല്ലാം നമ്മുടെ സ്വന്തം ഇടുക്കിയിലുണ്ട്. അപ്പം വെൽക്കം ടു ഇടുക്കി. ഇതിലൂടെയുള്ള പ്രത്യേകത എന്നാ വെച്ചാണല്ലോ, വളരെ കാമാൻ കോയിട്ടാണ്, വണ്ടികളൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്കൊരു ശാന്തമായിട്ടുള്ള അന്തരീക്ഷത്തേക്കാണ് നിങ്ങൾക്ക് യാത്ര ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും കുളമാവ് നവോദയ വിദ്യാലയം കഴിഞ്ഞിട്ടുള്ള ലെഫ്റ്റ് കൂടെ കയറി നമുക്ക് നേരെ പന്നിമരത്തിന് യാത്ര ചെയ്യാം. വളരെ മനോഹരമായിട്ടുള്ള വഴിയാണ്. ഇവിടെ നിന്ന് ഒരു 6 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് നാളിയാനി എന്നൊരു ഗ്രാമം എത്തും. അത് ഈ കാടിൻ്റെ അകത്തുള്ളൊരു ഗ്രാമമാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ പണ്ട് കാടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം ഗവൺമെൻറ് കൊടുത്തേക്കണേ കേട്ടോ ഇവിടെ താമസിക്കാൻ വേണ്ടി. എന്തായാലും അവർക്ക് കുറേ ആൾക്കാർ പട്ടയം കിട്ടിയിട്ടില്ല ആൾക്കാർക്ക്, പക്ഷേ കൈവശാവകാശ രേഖയൊക്കെ വെച്ച് താമസിക്കുന്ന ആൾക്കാരാണ് ഇവിടെ കൂടുതലുള്ളത്. എന്തായാലും ഇതൊരു ഭയങ്കര ഒരു നാട് തന്നെ കേട്ടോ. കാരണം വെച്ചാൽ നമ്മളാ ഉള്ളൂ, വേറെ ഒരു ആൾക്കാർ ഇവിടെ ഇല്ല. ഇത് അവിടെ കണ്ട അവരുടെ ഒരു അമ്പലം കേട്ടോ. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ, വളരെ കാമാൻ കോറ്റായുള്ള ഒരു സ്ഥലത്തോടെ യാത്ര ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വഴി ചൂസ് ചെയ്യാം. ഓ, എത്ര മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് നോക്കിയത്. നല്ല രസം, ഇങ്ങനെ നോക്കത്താ ദൂരത്തോളം മേളിൽ വരം. വാവ്, സിറപ്പന് മേലിട്ട് നമ്മൾ ഇടുക്കിയിൽ അവിടെ ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ ഹെയർ പിൻ വളവുകളുണ്ട് കേട്ടോ. കുറേ ഹെയർ പിൻ വളവുണ്ടേ കേട്ടോ. ഇതുപോലെ ഓരോരോ ഹെയർ പിൻ വളവ് ഇറങ്ങി നമ്മൾ താഴത്തോട്ട് പോകുന്നത്. ശരിക്കും നമ്മൾ ഇടുക്കിയിലെ കയറ്റം കയറിയല്ലേ യാത്ര ചെയ്തേ. അപ്പോൾ അത്രയും കയറ്റം നമ്മൾ ഇവിടെയും എല്ലാ വളവുകളും ഇറങ്ങണം ഇങ്ങനെ. ഇനി ഇവിടെ കംപ്ലീറ്റ് കൃഷി സ്ഥലമാണ് കേട്ടോ. നല്ല രസമുള്ളൊരു സ്ഥലമാണ്. നമ്മളിപ്പോൾ ഈ പോണ റോഡ് കണ്ടോ, ഇത് പണ്ട് പന്നിമറ്റം കൂടി ഇടുക്കിക്ക് പോകാവുന്ന റോഡായിരുന്നു കേട്ടോ. അപ്പോൾ ആ റോഡ് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഉരുൾപൊട്ടലുണ്ടായിട്ട് വലിയ, നമ്മളീ കാണുന്ന ഭയങ്കര വലിയ മലയാണ്. ആ മല ഇടിഞ്ഞിട്ട് ആ റോഡ് പൂർണ്ണമായിട്ടും കണ്ടോ. ഇപ്പോൾ ഈ കാണുന്ന ആ ഒരു സ്ഥലം മൊത്തം ഉരുൾപൊട്ടൽ ഒലിച്ചു പോയതാണ്. ഇപ്പോൾ കുറച്ച് നാളായുള്ളൂ ആ റോഡൊന്ന് പുനർനിർമ്മിച്ചിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അതൊരു ഭയങ്കര സംഭവമായിരുന്നു. നമ്മൾ ആരും അറിഞ്ഞില്ല ഇങ്ങനെ. ഇത് കാടിനുള്ളിലായതുകൊണ്ട് ഇവിടെ വസിക്കുന്ന ആൾക്കാരാണ് കൂടുതലും ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞത്. കാരണം വെച്ചാൽ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഈ ഒരു റൂട്ട്. ഇത് വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളാണ്. ഇപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഉരുൾപൊട്ടലുണ്ടാകും അല്ലെങ്കിൽ മണ്ണിടിച്ചിലുണ്ടാകും, ഈ വഴി പോകുമ്പോൾ സൂക്ഷിച്ച് പോകണമെന്ന് അവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും ഇടുക്കി ജില്ലയിലെ ഈ നാളിയാനിക്ക് പോകുന്ന ഈ ഒരു വഴി ഒരു ഭയങ്കരം വഴി തന്നെ കേട്ടോ. ഒരു സൈഡിൽ റബ്ബറാട്ടോ, മറു സൈഡിൽ മരവാ.
താഴെ ഏരിയയിൽ ഫുള്ള് കൃഷിയാണ്. എവിടെയാണ് ആകെ ഒരു കടയുടെ കോഴി, പന്നി, പോത്തൊക്കെ ഇവിടെ കിട്ടും ഈ കടയിൽ. ഗവൺമെന്റ് ട്രൈബൽ LP സ്കൂൾ നാളിയാനി കേട്ടോ. ഇതാണ് ഈ നാളിയാനി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഈ റോഡ് എന്ന് വെച്ചാൽ പണ്ട് നമ്മുടെ ഇടുക്കി പുളിയമല റോഡ് വന്നതിന് മുമ്പ് ഈ റോഡായിരുന്നു അല്ലേ? ഇടുക്കിക്ക് ആദ്യം പണിത റോഡ് ഇവിടെ ആയത്. അതെ അല്ലേ? അതുവരെ ഇളന്തേശവും അവിടെയൊക്കെ വരെ ഉള്ളായിരുന്നല്ലോ. അത് കഴിഞ്ഞ മറ്റേ നമ്മുടെ മെയിൻ റോഡ് മേലേക്കിടെ പോണേ ആ റോഡ് ഇല്ലായിരുന്നു. ആ റോഡിന് മുമ്പുള്ള റോഡ് ഈ റോഡായിരുന്നു. കുളമാവ് റോഡ്, മൂലമറ്റം കുളമാവ് വന്നതിന് മുമ്പ് ഈ റോഡാണ്. ഈ റോഡായിരുന്നു അല്ലേ? ഇപ്പൊ ഇങ്ങോട്ട് ബസ് സർവീസ് വല്ലതും ഉണ്ട് കേട്ടോ? ഇവിടം വരെ ഉണ്ട്, 4-5 ഉണ്ട്. ഇവിടം വരെ ബസ് ഉണ്ട്. ഏത് നമ്മുടെ പന്നിമറ്റം, പൂമാല ആ വഴി, ആ വഴി കൂവക്കണ്ടം വഴി വരെ ഉണ്ട്. നാളിയാനി വഴി ബസ് ഉണ്ട്. പ്രൈവറ്റ് ബസ്സാണോ അതോ ഗവൺമെന്റ് ബസ്സാണോ? ട്രാൻസ്പോർട്ട് ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല, എല്ലാം പ്രൈവറ്റ് ആയിപ്പോളൂ. പ്രൈവറ്റ് ഉള്ളത് അല്ലേ? പിന്നെ ഈ സ്ഥലങ്ങൾക്ക് പട്ടയമുള്ള സ്ഥലങ്ങളാണോ? പട്ടയമില്ലാത്ത സ്ഥലങ്ങൾ കൈവശാവകാശ സർവീരുണ്ട്. കൈവശം എല്ലാവർക്കും തന്നെ ഉണ്ട്. ഉണ്ടല്ലേ? ജനറലിനില്ല. ശരി ശരി. ST ക്ക് മാത്രമേ ഉള്ളൂ. സർവേ നടക്കുന്നുണ്ട്. ഉണ്ടല്ലേ? നിലവിടം തന്നെ എല്ലാം കിട്ടുമായിരിക്കും അല്ലേ? ചേട്ടൻ ഇപ്പൊ ഇവിടെ ജനിച്ചു വളർന്ന ഇവിടെ തന്നെയാണ്? ജനിച്ചു പറയാൻ കൊടയത്തൂരാ. അതെയോ? കൊടയത്തൂരാണോ? എന്നിട്ട് ഇങ്ങോട്ട് കുടിയേറിയ അല്ലേ? ഇവിടെ 54 അതെ, 54 ഒന്നാണ്. ശരി ശരി. കഴിഞ്ഞ പ്രാവശ്യം 16-20 ഈ വാർഡിലെ മെമ്പറായിരുന്നു. ഓ അതെ അല്ലേ? ശരി ശരി. എന്തായാലും ഇവിടെ വികസിക്കട്ടെ, വഴികളൊക്കെ വരട്ടെ, എല്ലാവരും വരട്ടെ, നാടൊക്കെ കാണട്ടെ. അതുകൂടെ ബസ്സാവും. അതെ അതെ, വളരെ ഇച്ചിരി വീതി കൂട്ടണം. അതെ. നമ്മളിപ്പോൾ കണ്ട മേളിലുള്ള വഴിയില്ലേ, ആ വഴി കൂടെ അങ്ങ് പണിത് കുളമാവിലോട്ട് അങ്ങ് മുട്ടുവാണെങ്കിൽ ഒരു ബസ് വേണമെങ്കിൽ ഇല്ലാക്കടെ അങ്ങ് പോകാറുന്നല്ലേ? എന്തായാലും കൊള്ളാം, അതൊക്കെ ഭാവിയിൽ വരാൻ പോകുന്ന ഒരു സ്ഥലമാണ്. എന്തായാലും നിങ്ങളൊന്ന് ഒരിക്കൽ ഈ ഗ്രാമത്തിലൂടെയൊക്കെ ഒന്ന് യാത്ര ചെയ്യണം കേട്ടോ. നാഗലിംഗം അല്ലെങ്കിൽ ശിവലിംഗം എന്നൊക്കെയാണ് മരത്തിൻ്റെ പേര് ഇവിടെ ചോദിച്ച് മനസ്സിലായത്. എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് ശാസ്ത്രാമൊക്കെ അറിയെങ്കിലും ഒന്ന് പറയാം കേട്ടോ. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഈ മരത്തിൽ നിറച്ച് ഒരു പഴമുണ്ട്. ശരിക്കും നല്ല ഷോർട്ട് പുട്ട് പോലെ അത്രയും വെയിറ്റ് ഉണ്ട് കണ്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ വെയിറ്റ് നമുക്ക് കയ്യിൽ കണ്ടോ, കൈ പിടിച്ച് പൊക്കത്തില്ല കേട്ടോ. 5 കിലോ അല്ലെന്ന് പറഞ്ഞു, 10 കിലോ എടുത്തോളന്നാണ്, അത്രയും വെയിറ്റാണ്. അപ്പോൾ ഈ മരത്തിൻ്റെ ചോട്ടിലൊക്കെ ഫോട്ടോ എടുക്കാൻ കൊള്ളാം കേട്ടോ. സ്റ്റിച്ച് മാറി ഇന്ന് ഫോട്ടോ ഒക്കെ എടുക്കും കേട്ടോ. വല്ല പഴുത്തിട്ട് വല്ല തലേ ചാടി അവൻ ഓൺ ദ സ്പോട്ടിൽ തട്ടി പോകണം. അതുപോലെ കല്ല് വന്ന് തലേ ചാടും പോലെ ഇരിക്കും. എന്തായാലും കൊള്ളാം കേട്ടോ. ഇത് അമ്പലത്തിൻ്റെ ഒരു ഏരിയയിലാണ് ഈ മരം സാധാരണ കണ്ടുവരുന്നത്. ശിവക്ഷേത്രങ്ങളിലൊക്കെ പൂജയ്ക്കൊക്കെ എന്തോ ഉപയോഗിക്കുന്നുണ്ടെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടല്ലോ കേട്ടോ. എനിക്കറിയില്ല, അതിനെക്കുറിച്ച് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും മരത്തിൽ നിറച്ചുണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാ? രാജനല്ലേ? ചേട്ടൻ ജനിച്ചു വളർന്നതോടെ ഈ മരം ഇവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടോ? ചെറിയ തൈയായിരുന്നു അല്ലേ? ആ തൈ വളർന്നാട്ടോ ഇത്ര വലിയ മരമായിട്ട് മാറിയാണ്. അപ്പോൾ എന്തായാലും ഈ മരത്തിന് 50 വർഷം മേളിൽ പഴക്കമുണ്ടല്ലേ? ഉണ്ടല്ലേ? ശരിക്കും ഇങ്ങനത്തെയുള്ള മരങ്ങളൊക്കെ നമ്മുടെ ഗുരു സിനിമയ്ക്കകത്തൊക്കെയുള്ള മറ്റേ പഴമൊക്കെ ഉണ്ടാണ് മരമില്ല. അതുകൊണ്ട് മരമൊക്കെ നിങ്ങളുടെ നാട്ടിലേക്കാണെങ്കിൽ പറയാട്ടോ. ചിലപ്പോൾ കാണുമായിരിക്കും, നമുക്ക് അറിയത്തില്ലെന്നുള്ളൂ. എന്തായാലും നമുക്ക് നാളിയാനി എന്ന സ്ഥലത്ത് നിന്ന് ഇനി നേരെ പന്നിമറ്റത്തേക്ക് യാത്ര ചെയ്യാം. ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ കൂടെ പോയാൽ പന്നിമറ്റം എത്തും അല്ലേ? ഓക്കെ. ഇതിപ്പോൾ ഈ മരത്തിൻ്റെ നമ്മൾ ഈ പറഞ്ഞ വലിയ കായുള്ള ആ മരത്തിൻ്റെ പൂവാട്ടത്. പൂവിൻ്റെ ഷേപ്പ് കൊണ്ടാണ് ഇതിനെ ശിവലിംഗം എന്ന് പറയുന്നതാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞു കേട്ടോ. കൂടുതലായിട്ട് അറിയത്തില്ല. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ഗ്രാമങ്ങളിലൊക്കെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഇടുക്കി ജില്ലയിൽ ഇതുപോലെ അറിയപ്പെടാതെ കിടക്കുന്ന എത്ര ഗ്രാമങ്ങളുണ്ടെന്നറിയോ, അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നാളെ നിങ്ങൾ തന്ന സപ്പോർട്ട് ഞാൻ തുടർന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും മറ്റൊരു ഗ്രാമത്തിൻ്റെ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മാത്രം മറക്കരുത്. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ നമ്മൾ കാട് കിടന്ന് ഈ നാട്ടിലേക്ക് എത്തി കേട്ടോ. ഇവിടെ കൂവക്കണ്ടെന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമമാണ്, അതൊക്കെ ഇതിൻ്റെ പന്നിമറ്റമാണ്. എന്തായാലും വളരെ നല്ല കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാണ് നമ്മൾ ഈ വന്ന സ്ഥലങ്ങളൊക്കെ കേട്ടോ. എത്ര ആൾക്കാരാണ് ഈ മലമുകളിലൊക്കെ ഇത്രയും ബുദ്ധിമുട്ടിയൊക്കെ ജീവിക്കുന്നത്.
അപ്പം ഇങ്ങനെയും ഉണ്ട് ഗ്രാമങ്ങൾ ഇടുക്കി ജില്ലയിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഈ ഗ്രാമത്തിൽക്കൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് വൈബും അല്ലെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു മനസ്സും നമുക്ക് കിട്ടും. അപ്പോൾ എന്തായാലും ഒരിക്കലെങ്കിലും ഇതുപോലെയുള്ള ഗ്രാമങ്ങളിലൂടെ ഒന്ന് യാത്ര ചെയ്യുക.